ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് പൊരിക്കാണ്ടും വറുക്കാണ്ടും നമുക്കൊരു ഹെൽത്തി സ്നാക്കായാലോ? ഇന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി നോക്കാം. ഇവിടെ നമ്മൾ ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്. 250 ഗ്രാം ഓഫ് ബോൺലെസ് ചിക്കൻ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും കുരുമുളകും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി അതിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഉള്ളിയും 2 മുളകും നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി പാനിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ല സോട്ടായതിനു ശേഷം നമുക്ക് ക്യാരറ്റും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല കുഴച്ചെടുക്കാം. മാവ് ആയതിനു ശേഷം നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ പ്രസ് ചെയ്തെടുക്കാം. ഇനി ആ ഷീറ്റിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മോമോസിൻ്റെ ഒരു പ്രസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് സിമ്പിളായിട്ട് കൈ കൊണ്ടും ചെയ്യാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത മോമോസ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമ്മൾ മോമോസിലേക്ക് ആവശ്യമുള്ള ചട്നിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് 3 ഉണക്കമുളക്, ഒരു തക്കാളിയാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചട്നി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വറ്റിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഷുഗറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മോമോസും ചട്നിയും റെഡിയാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ.